നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തി ആരോഗ്യവകുപ്പ്. നീന്തൽക്കുളങ്ങൾ അടിയന്തരമായി ശുചീകരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. റിസോർട്ട്, വാട്ടർ തീം പാർക്ക്, നീന്തൽ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ എല്ലായിടത്തും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള വിവാദ കൊടുങ്കാറ്റിനിടെ ആകാശങ്ങൾക്ക് വിരാമിട്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. നിയമസഭയിലെത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകും. MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാർ തടഞ്ഞ SFI പ്രവർത്തകരുടെ പ്രതിഷേധം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് MLA ഹോസ്റ്റലിൽ എത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനം തടഞ്ഞത്. MLA ഹോസ്റ്റലിൽ നിന്ന് സമീപത്ത് വെച്ചാണ് സംഭവം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റിവിഷൻ SIR ഭാഗമായി കൂടുതൽ പ്രവാസികളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാൻ കമ്മീഷൻ. നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഓൺലൈനായി രേഖകളും എന്യൂമറേഷനും അപ്ലോഡ് ചെയ്താൽ മതി. രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നമോ അടയാളമോ കൊടിതോരണങ്ങളോ ക്ഷേത്രങ്ങളിലോ ക്ഷേത്ര പരിസരത്തോ വേണ്ട എന്ന നിർദ്ദേശവുമായി സർക്കാർ. ഏകവർണ്ണ പതാക, രാഷ്ട്രീയ സംഘടനകളിലെ വ്യക്തികളുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ചിത്രം, മത സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതും വളർത്തുന്നതുമായ പ്രചാരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് കർശനമായി നിർദ്ദേശം നൽകി. അന്വേഷണത്തോട് സഹകരിക്കാതെ പത്തനംതിട്ടയിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ദമ്പതികൾ. കേസിൽ വിശദമായ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് പോലീസ്. മൊബൈൽ ഫോണുകളും സൈബർ വിഭാഗത്തിന് കൈമാറും. RSS വാരിക കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് മറുപടിയുമായി ദീപികയുടെ മുഖപ്രസംഗം. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണെന്നാണ് വിമർശനം. KSUക്കാരെ മുഖംമൂടി ധരിപ്പിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി CI ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. തൃശൂരിലെ മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ ഷാജഹാന് നേരത്തെ ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു. ലോട്ടറി സ്റ്റാളിൽ നിന്ന് ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയതായി പരാതി. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലെ ലോട്ടറി സ്റ്റാളിൽ നിന്നാണ് 52 ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയത്. കൊയിലാണ്ടി VK ലോട്ടറി സ്റ്റാളിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരത്ത് ചേരുന്ന KPCC നേതൃയോഗത്തിൽ നിന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP വിട്ടുനിൽക്കും. നേതൃയോഗത്തിനിടെ ഷാഫി തൃശൂരിലാണ് തുടരുന്നത്. കാസർഗോഡ് KPSTയുടെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുവെന്നാണ് ഷാഫിയുടെ പ്രതികരണം. VS അച്യുതാനന്ദന് ചരമോപചാരം അർപ്പിച്ച നിയമസഭ. നേരിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ് VS എന്ന സ്പീക്കർ N ഷംസീർ പറഞ്ഞു. നീതിക്കായി പോരാടുന്ന പോലീസ് മർദ്ദന ഇര യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുജിത് വിവാഹിതനായി. കൃഷ്ണയാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ TN പ്രതാപൻ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് 1 മാസമാകുമ്പോഴും പകരം ചുമതല നൽകാത്തതിൽ പ്രതിഷേധം. പകരം ചുമതല നൽകാൻ കഴിയാത്ത വിധം ദുർബലമാണോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മോസിൻ കായ്തോട് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് ജനങ്ങളോടും സഭയോടുമുള്ള അനാദരവാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. നിയമപരമായി വരാൻ അധികാരമുണ്ടെന്നും എന്നാൽ ധാർമ്മികതയുടെ ഭാഗമായി ഇല്ലെന്നും EP ജയരാജൻ പറഞ്ഞു. കിളിമാനൂരിൽ വയോധികനെ പാറശാല SHO വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും. പ്രതി P അനിൽകുമാർ ഒളിവിൽ തുടരുകയാണ്. പാറശാല SHOയുടെ ചുമതല പൂവാർ CI നൽകും. വഖഫ് നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി വിധി. അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേ നൽകാറുള്ളതെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. താനും പോലീസ് മർദ്ദനത്തിന്റെ ഇരയാണെന്ന സ്പീക്കർ AN ഷംസീർ. പോലീസ് അതിക്രമങ്ങളെ ആരും ന്യായീകരിക്കുന്നില്ല, സർക്കാരിന്റെ അഭിപ്രായവും അതുതന്നെയാണെന്നാണ് തന്റെ ബോധ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ കണ്ണടച്ചെതിർത്ത് പൂർണ്ണമായി വിട്ടു നൽകേണ്ടെന്ന നിലപാടിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സുപ്രീം കോടതി തടയാഞ്ഞതിനാൽ പരിഷ്കരണം നടക്കും. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായി നിസ്സഹകരിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഏകാധിപത്യമാകുമെന്നാണ് വിലയിരുത്തൽ. പൂജവെപ്പ് മുതൽ പൂജയെടുപ്പ് വരെ സർക്കാർ അവധി നൽകണമെന്ന യോഗക്ഷേമ സഭ. ക്ഷേത്രാരാധന വിധി പ്രകാരവും ഹൈന്ദവ വിശ്വാസമനുസരിച്ചും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പൂജവെപ്പിന് ശേഷം പൂജയെടുപ്പ് വരെ എഴുത്തോ വായനയോ പാടില്ലാത്തതിനാൽ ഈ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കണമെന്ന യോഗക്ഷേമ സഭയുടെ ആവശ്യം. വാട്സപ്പ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട സൈബർ പോലീസിന് ഈ വർഷം ഇതുവരെ ലഭിച്ചത് 500ഓളം പരാതികൾ. ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ വഴിയുള്ള തട്ടിപ്പിലൂടെ ഒട്ടേറെ പേർക്കാണ് പണം നഷ്ടമായത്. ചെന്നൈയിലെ സ്വകാര്യ ജ്വല്ലറിയിൽ മാനേജരെയും ജീവനക്കാരനെയും ആക്രമിച്ച സംഘം 1250 പവൻ കവർന്നു. സംസ്ഥാനത്തെ ജ്വല്ലറികളിലേക്ക് ആഭരണങ്ങൾ എത്തിക്കുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള RK ജ്വല്ലറിയിലെ ജീവനക്കാരെ ആക്രമിച്ചാണ് കവർച്ച.
ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്ത് നടത്തിയ സംഘത്തെ പിടികൂടി എക്സൈസ്. ചേർത്തലയിൽ വച്ചാണ് ലഹരിക്കടത്ത് സംഘത്തെ എക്സൈസ് പിടികൂടിയത്. 31 കിലോ കഞ്ചാവാണ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത യുവാവ് ഉൾപ്പെടെ 3 ബംഗാൾ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിൽ എത്തിയ സ്വർണ്ണവില ശനിയാഴ്ച മുതലാണ് നേരിയ തോതിൽ കുറഞ്ഞു തുടങ്ങിയത്. ഇന്ന് പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഇന്ന് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില 81,440 രൂപയാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്ന് മൺസൂൺ പിന്മാറ്റം തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി സെപ്റ്റംബർ 17-ാം തീയതിയാണ് പിന്മാറ്റം തുടങ്ങാറുള്ളത്. എന്നാൽ ഇത്തവണ 3 ദിവസം മുൻപ് തന്നെ രാജസ്ഥാനിൽ നിന്ന് പിന്മാറി. ഇത്തവണ 10 ദിവസം മുൻപ് തന്നെ ഈ മേഖലയിൽ മൺസൂൺ എത്തിയിരുന്നു. ഗാസ സിറ്റിയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ അവശേഷിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഇല്ലാതാക്കുമെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ആക്രമണത്തിൽ ഇന്നലെ 53 പേർ കൊല്ലപ്പെട്ടു. 30 പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്തു. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.